ഈവനിങ് അർജൻറ്റായിട്ടൊരു കോൾ വന്നതാണ്. നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വിളിച്ചതാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് RCCB ട്രിപ്പിംഗ് ആവുന്നത് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ വന്ന് നോക്കിയാണ് DBയുടെ കവർ അഴിച്ച് നോക്കിയപ്പം കണ്ടത് ഇതാണ്. ഫുള്ളും ചെതലാണ്. ചെതൽ കൂട് വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ RCCB ട്രിപ്പാവുന്നു. എല്ലാം ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ നേരത്തും ഇത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രോബ്ലം പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നമ്മളെ വിളിച്ചതാണ്. നമ്മൾ ആ ടൈമിൽ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മളിങ്ങോട്ട് വന്ന് അഴിച്ച് നോക്കി കണ്ട ഇത് മൊത്തം ചെതലാണ്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ വയറുകളെല്ലാം നമുക്കിനി ഇതൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫുള്ളും ഒന്ന് ക്ലീനാക്കി കൊടുക്കണം. അതേപോലെ ചെതൽ കയറുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു കൊണ്ട് ചെതൽ കയറുന്നത്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് വഴിയാണ് കയറിയത്. അകത്തോടുള്ള പൈപ്പിലോട്ടൊന്നുമല്ല കയറുന്നത്, ഈ സൈഡിൽ കൂടെയാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ ക്ലീനിങ് തുടങ്ങി ഇതാണ്ട് കുറേശ്ശെ നമ്മൾ ഇതുപോലെ നമ്മൾ തട്ടിക്കുടഞ്ഞ് നമ്മൾ ഇടുകയാണ്. മാക്സിമം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അറ്റ് എ ടൈം തന്നെ നമുക്ക് ഗ്രൗണ്ടിങ് ആവുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് ഇഷ്യൂ വരുന്നത്. ഇതും മെയിൻ പ്രോബ്ലമാണ്. ഇപ്പം മഴ സീസണും കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലം എല്ലായിടത്തും വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഇത് ഏതാണ്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 8 മണിയാണ്. നമ്മൾ വന്നപ്പോൾ ഒരു 6 മണിയായിരുന്നു. ഇപ്പോൾ ഒരു 8 മണി 8-8:30 ആയിട്ടുണ്ട് നമ്മൾ ക്ലീനിങ് ഇത്രയും സമയം നീണ്ടു നിന്നിട്ട്. അതുപോലെ നമ്മൾ ഇൻസ്റ്റലേഷൻ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനോടൊപ്പം തന്നെ അടിച്ച് നോക്കി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡ് DBയുടെ ഇപ്പുറത്തെ ബാക്ക് സൈഡിലുള്ള ഗ്യാപ്പ് നമ്മൾ അതുപോലെ നമ്മൾ അടച്ചു കൊടുത്ത് സ്പ്രേയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലായിടത്തും ഒന്ന് ശ്രദ്ധിക്കേണ്ട